ഈ റമദാനിൽ ഒരു വാപ്പ സമൂസ കച്ചവടം തുടങ്ങിയിട്ടോ. സമൂസയും കട്ട്ലറ്റൊക്കെ ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. ആരും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ നല്ല കച്ചവടം കാര്യങ്ങളൊക്കെ ആയി. പെട്ടെന്ന് വാപ്പാക്ക് ഒരു ബുദ്ധിമുട്ട്, അതായത് ജസ്റ്റ് ഒന്ന് വീട്ടിൽ പോയി കടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. അതായത് രാവിലെ സുബൈക്ക് എണീറ്റ് വേണ്ട ഇതിൻ്റെ പരിപാടി തുടങ്ങണം, എന്നിട്ട് നോമ്പ് തുറക്കുന്നത് വരെ ഇത് ഫുള്ള് സെയിൽ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെ കുൽക്കി സർവത്ത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ ബാപ്പ ടയർഡായ സമയത്ത് ഒറ്റ ദിവസം മോനൊന്ന് വിളിച്ചു, ഈ കുറച്ച് നേരം ഇവിടെ വന്നിരിക്കുക. അതിൽ മോൻ പറയണേ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് മാറിക്കും, ഇച്ചജ്ജ ഞാൻ വരൂലാണ്, ഇച്ചജ്ജാന്ന് പറഞ്ഞു. ബാപ്പ ഫോണ് വെച്ചു. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അങ്ങനെ എത്രയോ അനുഭവങ്ങളുണ്ടല്ലേ. നമ്മളെ വാപ്പമാരും അല്ലെങ്കിൽ നമ്മളെ ബിഗ് ബ്രദേഴ്സൊക്കെ നമുക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു കുടുംബത്തിലെ താങ്ങും തണലായിട്ടുള്ള ആളുകൾ ഇപ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചുറ്റുപാടുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ കയ്യിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ടാവും. പ്രത്യേകിച്ച് ഇങ്ങനത്തെ നമ്മളെ വാപ്പാരുടെ കയ്യിലൊക്കെ ഇപ്പോഴും ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്, സ്റ്റാൻഡേർഡും കാര്യങ്ങളും നോക്കാതെ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ മക്കളെ പോറ്റാനാണ് അല്ലേ. ആ സമയത്താണ് നമ്മൾ എന്തെങ്കിലും ചെറിയ ഹെൽപ്പിന്, പക്കാ മാനസികമായോ അല്ലെങ്കിൽ ഫിസിക്കലി നമ്മൾ ഡള്ളാണ് സമയത്തായിരിക്കും ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് വിളിക്കുക. ആ സമയത്ത് ഇച്ചജ ഞാൻ വരൂല എന്ന് പറയും മക്കള്. എത്രയോ അനുഭവങ്ങളുണ്ട്. നിങ്ങൾ ആലോചിച്ച് എന്ത് ജോലിക്കാണെന്നുണ്ടെങ്കിലും വാപ്പാരോ അല്ലെങ്കിൽ കാക്കുമാരൊക്കെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളോട് നിസാരം, നമ്മളെ എന്താ പറയുക തിരിച്ചറിവിൻ്റെ പ്രശ്നമാണ്. നമ്മൾ ആ റിയലൈസേഷൻ മൊമെൻറ്റിലേക്ക് എത്താത്തത് കൊണ്ടാണ് നമ്മൾ ആ പറയുന്ന മൊമെൻറ്റിൽ നമ്മൾ വാപ്പാനോടോ ഉമ്മാനോടോ അല്ലെങ്കിൽ അവരോടൊക്കെ ധിക്കരിച്ച് നമ്മൾ പറയുന്ന ആ മൊമെൻ്റ് ഉണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു ഇടങ്ങേറുണ്ടാക്കുന്ന സാധനമാണ്. ഒരങ്ങനെ തുറന്ന് പറയുന്നില്ല, ആയിക്കോട്ടെ എന്നാണ് ഇപ്പോൾ നമ്മൾ ചെജ്ജാനും വരൂല എന്ന് പറഞ്ഞ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്നേ പറഞ്ഞിട്ട് വെക്കുള്ളൂ. അത് ഭയങ്കര ഒരു വിങ്ങലോട് കൂടിയുള്ളൊരു സാധനമാണത്.